ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഒരു സ്നാക്കും ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ മീഡിയം സൈസുള്ള സവാളയുടെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ കടിക്കുന്ന പരുവൊന്ന് മാറി കിട്ടിയാൽ മതി, അല്ലാതെ ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കണ്ട. ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു പച്ചമുളകും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇത്രയും വേണ്ടെങ്കിൽ കുറച്ച് കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നല്ലപോലെ ഇതൊന്ന് ഉടച്ച് കൊടുക്കാം, എന്നാലേ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് തവി വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റൊക്കെ മതി, നന്നായിട്ട് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 2 മുട്ട പുഴുങ്ങിയതാണ് കേട്ടോ ചേർക്കുന്നത്. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങിന് 2 മുട്ടയാണ് കണക്ക്. അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുക്കുന്നതിനനുസരിച്ച് തന്നെ മുട്ട എടുക്കുക. അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വേണമെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഞാനിതൊരു ബൗളിൽ മാറ്റിയിട്ടുണ്ട്, ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം മുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് എല്ലായിടയും ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഉരുളക്കിഴങ്ങിൽ ആ മുട്ടയുടെ ഫ്ലേവർ നല്ലപോലെ ഇറങ്ങും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ സാധാരണ ബോണ്ട കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ സാധാരണ ബോണ്ട ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതി. നമ്മൾ ഉരുളക്കിഴങ്ങ് ബോണ്ട ഉണ്ടാക്കുന്ന ഏകദേശ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ടേസ്റ്റ് നല്ല ഡിഫറൻസ് ഉണ്ടാവും, നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതേ ഞാൻ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കോട്ടിങ് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് മൈദ ഞാനിവിടെ എടുക്കുന്നുണ്ട്. 1/2 കപ്പ് കറക്റ്റ് അളവാണ് ഇതിന്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ക്രിസ്പി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു 2 നുള്ളു ഗരം മസാല, അതുപോലെ തന്നെ ഒരു 2 നുള്ളു മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ കോട്ടിങ്ങിനും ചെറിയൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നില്ല, ആ ഒരു തിക്നെസ്സിൽ നമുക്കിതൊന്ന് ചെയ്തെടുക്കണം. ഒരുപാട് ലൂസാക്കി എടുക്കരുത്, അപ്പോൾ ഇതിൽ നന്നായിട്ട് പിടിക്കില്ല. അപ്പോൾ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരെണ്ണം ഇട്ട് ഫ്രൈ ചെയ്ത് നോക്കുക. അഥവാ ലൂസാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ പൊടിയിട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് പൊരിക്കാനായിട്ട് ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓരോ ബോൾസ് ഇതിൽ മുക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഇതിലേക്ക് ഇട്ടെടുക്കാം. നമുക്ക് ഏകദേശം ഒരു 4-5 എണ്ണയൊക്കെ ഒരുമിച്ച് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് എണ്ണയും നമുക്ക് ആവശ്യം വരില്ല. അപ്പോൾ ഒരു സൈഡ് ഒന്ന് റെഡിയാവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് നേരം ഒന്നും വേവിക്കേണ്ട, കാരണം ഉള്ളിൽ നന്നായിട്ട് വെന്തതാണ്. അതിൻ്റെ പുറത്തെ തൊലി ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതി. അപ്പോൾ അതേ നമ്മൾ ആദ്യം ഇട്ട ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ട് ചൂടോടെ കഴിക്കുമ്പോഴാണ് ക്രിസ്പി ആയിട്ട് ഇരിക്കുക. ചൂടാറുമ്പോൾ അത് തണുത്ത് പോവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കിടിലൻ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. ഇതുപോലെ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.